ഞാനൊരു പുതിയ വീട് വെച്ചു. എൻ്റെ വീട്ടിലെ അടുക്കള മാലിന്യം എങ്ങനെ സംസ്കരിക്കാം? എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് അടുക്കള മാലിന്യം സംസ്കരിക്കാൻ രണ്ട് രീതികളാണുള്ളത്. കമ്പോസ്റ്റിംഗ് പ്ലാന്റുകളും ഉണ്ട്, ബയോഗ്യാസ് പ്ലാന്റുകളും ഉണ്ട്. ഏതാണ് നമുക്ക് അനുയോജ്യം? നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വലിപ്പം അനുസരിച്ചും നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ വലിപ്പം അനുസരിച്ചും നമുക്ക് ഏത് രീതി വേണമെങ്കിലും അവലംബിക്കും. കമ്പോസ്റ്റിംഗ് പ്ലാന്റുകളുടെ പ്രത്യേകത വളരെ ചുരുങ്ങിയ സ്ഥലം മതി. നമ്മളുടെ കാർപോർച്ചിൻ്റെ കീഴെയോ സൺഷെയ്ഡിൻ്റെ കീഴെയോ ടെറസിലോ നമുക്ക് സ്ഥാപിക്കാം. ഒരു സ്ഥലത്ത് സ്ഥാപിച്ചാൽ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് വളരെ എളുപ്പമാണ്. അനുദിനം ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ ജലത്തിന്റെ അംശം കൂടാതെ കമ്പോസ്റ്റിംഗ് പ്ലാന്റുകളിലേക്ക് ഇട്ട് അത് കമ്പോസ്റ്റ് ആക്കുന്ന ഇനാക്കുലം പൗഡർ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 ദിവസം മുതൽ 30 ദിവസം കൊണ്ട് നമ്മൾ ഇടുന്ന ആഹാരത്തിന്റെ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു രീതിയാണ് കമ്പോസ്റ്റിംഗ് യൂണിറ്റ്. പക്ഷേ ജലത്തിന്റെ അംശം, വെള്ളം നമ്മൾ കമ്പോസ്റ്റിംഗ് പ്ലാന്റുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കമ്പോസ്റ്റിനകത്ത് പുഴു ഉണ്ടാകുന്നതിനും ദുർഗന്ധം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ കമ്പോസ്റ്റിംഗ് പ്ലാന്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ജലത്തിൻ്റെ അംശം പൂർണ്ണമായി ഒഴിവാക്കി അതാത് ദിവസത്തെ മാലിന്യം കമ്പോസ്റ്റിംഗ് പ്ലാന്റുകളിൽ അതാത് ദിവസം നിക്ഷേപിച്ച് ഇനാക്കുലമായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് കമ്പോസ്റ്റിംഗ് ആണ് ഏറ്റവും നല്ല പ്രക്രിയ. രണ്ടാമതായി ബയോഗ്യാസ് പ്ലാന്റ്. നമ്മൾക്ക് കുറച്ച് അധികം സ്ഥലമുണ്ട്, ഒരു 4 അടി വലിപ്പത്തിലുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കാം. ഏറ്റവും ചെറുതായിട്ട് 2 കിലോ വേസ്റ്റ് മുതൽ സംസ്കരിക്കാവുന്ന ഏത് കപ്പാസിറ്റിയിലുള്ള പ്ലാന്റ് വേണമെങ്കിലും ലഭ്യമാണ്. ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പശുവിൻ്റെ ചാണകം ഉപയോഗിച്ച് നമ്മൾ ബാക്ടീരിയ കൾച്ചർ ചെയ്യുന്നു. അങ്ങനെ കൾച്ചർ ചെയ്തിട്ടുള്ള ബാക്ടീരിയയിൽ നിന്ന് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങും. ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ ആദ്യം നമ്മൾ ചാണകം വെച്ച് പ്ലാന്റ് നിറയ്ക്കുന്നു. ഒരാഴ്ച കൊണ്ട് ആ ചാണകത്തിൽ നിന്ന് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങും. അങ്ങനെ ഉണ്ടാകുന്ന ഗ്യാസ് നമ്മൾ ഒരു ബയോഗ്യാസ് സ്റ്റൗവിലേക്ക് കത്തിച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് ഫയർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ പ്ലാന്റിനകത്ത് നിക്ഷേപിച്ച് തുടങ്ങാം. എത്ര ഭക്ഷണാവശിഷ്ടമാണോ ഇടുന്നത്, ഉദാഹരണം 2 കിലോ വേസ്റ്റ് ഇടാവുന്ന ബയോഗ്യാസ് പ്ലാന്റിൽ 2 കിലോ വേസ്റ്റും 2 ലിറ്റർ വെള്ളവും കൂടെ നമുക്ക് പ്ലാന്റിലേക്ക് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബയോഗ്യാസ് പ്ലാന്റുകളിൽ മുട്ടയുടെ തൊണ്ട്, നമ്മുടെ സവാള ഉള്ളിയുടെ തൊലി, ഓറഞ്ചിന്റെ തോട്, ഈ 3 ഐറ്റംസ് ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാൻ പാടില്ല. അവ നിക്ഷേപിച്ചാൽ പ്ലാന്റിൽ അത് ഡൈജസ്റ്റ് ആയി പോവുകയില്ല. ബാക്കിയുള്ള എല്ലാത്തരം ജൈവ മാലിന്യങ്ങളും നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തുല്യ അളവിലുള്ള ഫ്രഷ് വാട്ടറോ അതല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമോ സോപ്പ് കലരാത്ത വെള്ളം പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഡീകമ്പോസ് ചെയ്ത് ഇതിൽ നിന്ന് ഗ്യാസ് ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ വീടിന്റെ സാഹചര്യവും കോമ്പൗണ്ടിന്റെ വലുപ്പവും ഒക്കെ നോക്കിയിട്ട് ഏതാണോ നമുക്ക് അനുയോജ്യം അങ്ങനെയുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ച് ജൈവ മാലിന്യം നമുക്ക് തന്നെ സംസ്കരിക്കാം, മറ്റാരെയും ആശ്രയിക്കേണ്ടത്. Northam's, leading to zero waste.